ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിന് സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് വിശുദ്ധ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. പിന്നീട് തിരികെ ഇസ്രായേലിലേക്ക് വരണമെന്ന് വീണ്ടും ദൈവം സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്തെങ്കിലും ഔസേപ്പിതാവിന് വരാൻ ഭയമായിരുന്നപ്പോൾ വീണ്ടും സ്വപ്നത്തിലൂടെ ദൈവം നിർദ്ദേശം കൊടുക്കുകയാണ് ഗലീലി പ്രദേശത്തേക്ക് പോയിക്കൊള്ളുക എന്ന്. അതനുസരിച്ച് അവിടെ പോയി താമസിച്ചു. പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി സ്വപ്നത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ അതിന് പരിപൂർണമായിട്ട് ഒരു ചോദ്യം ചെയ്യലും നടത്താതെ വിശുദ്ധ ഔസേപ്പിതാവ് അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാവുകയാണ്. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. അത് പൂർത്തിയാകാൻ വേണ്ട നിർദ്ദേശങ്ങൾ, പ്രചോദനങ്ങൾ, ഉപദേശങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നുണ്ട്. മനസാക്ഷിയുടെ സ്വരമായി, മറ്റുള്ളവർ തരുന്ന ഉപദേശമായി, നിർദ്ദേശമായി ഒക്കെയാണ് അത് കടന്നു വരിക. അതിനോടൊക്കെ സഹകരിക്കുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യാതെ, ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാതെ അതനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുന്നവരായി നമ്മൾ മാറുക, അല്ലെങ്കിൽ നാം എതിര് നിൽക്കുന്നവരായി മാറും. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം, ദൈവത്തിൻ്റെ പദ്ധതി എന്തു തന്നെയാണെങ്കിലും അതനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന്. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.